എന്നാലും ഇങ്ങനൊരു തോൽവിയുണ്ടോ? ഇതാകെ നാണം കെട്ടും. എന്ത് പറ്റാനാ, നീ കണ്ടതല്ലേ നമ്മുടെ തന്നെ ആൾക്കാര് നമുക്കിട്ട്. ഇലക്ഷൻ ആവുമ്പോ എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരും. പക്ഷെ ഒറ്റടിക്ക് എല്ലാ MLA തോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മന്ത്രിമാരല്ലേ തോറ്റത്. അയ്യ എന്തൊക്കെയായിരുന്നു മൂന്നാം മന്ത്രിസഭ, മറ്റത് മറിച്ചത് മാങ്ങാത്തൊലി. ഇപ്പൊ എല്ലാത്തിനും കൂടെ കിട്ടിയില്ലേ? പക്ഷെ ഇതിന്റെ ഇടയിൽ ഇലക്ഷന്റെ സമയത്ത് ആ നിഴലിനെ എവിടുന്ന് കിട്ടി ഈ പെൻഷൻ കൊടുക്കാനുള്ള പൈസ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനൊരു തോൽവി ആദ്യമായിട്ടാ പാർട്ടിക്ക്. നമുക്ക് അപ്പോഴേ അറിയാം, ഞാനൊക്കെ അന്നേ പറഞ്ഞല്ലേ തോക്കുമെന്ന്. നമുക്ക് ഇവിടെ വിദ്യാഭ്യാസങ്ങളിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. സിലബസിന്ന് ബുദ്ധി വളരുന്ന എല്ലാ പാഠഭാഗങ്ങളും നീക്കം ചെയ്യാം. ഈ ജനങ്ങളെ മുഴുവൻ സന്തോഷിപ്പിച്ച് ജനങ്ങൾ മുഴുവൻ ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. ജനങ്ങൾ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തിന്? ആരെയാവും മുഖ്യമന്ത്രി? ആരെയാണ്? തിങ്കളാഴ്ച ഒരാളാവും, ചൊവ്വാഴ്ച ഒരാളാവും, ബുധനാഴ്ച ഒരാളാവും, ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കണം. കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8:50, 11:50, ഉച്ചകഴിഞ്ഞ് 2:50, വൈകുന്നേരം 5:50, രാത്രി 8:50.